കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. ആമേൻ സ്തോത്രം. കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്ന ധാരാളം ആമേൻ പാടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, വയലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അനേകം ആളുകൾ ആമേൻ സ്തോത്രം തിന്മയിലേക്ക്, പാപത്തിലേക്ക്, അധാർമികതയിലേക്ക് ആമേൻ ശത്രുവിന്റെ പിടിയിൽ അമർന്നുകൊണ്ട് പോയിക്കൊണ്ട് കിടക്കുന്ന ധാരാളം ആത്മാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ അടുക്കലേക്ക് പോകുവാൻ ഒരു നിയോഗം ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയാൽ, കർത്താവേ ഐ ആം റെഡി, ഞാൻ പോകാം, ഞാൻ ചെന്ന് പറയാം എന്ന ഒരു തീരുമാനം ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും അങ്ങനെ ഒരു തീരുമാനം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് നിന്റെ മേലുള്ള കോളിംഗ്, നിന്റെ മേലുള്ള വിളി, നിന്റെ മേലുള്ള നിയോഗത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഒരു പ്രാരംഭ പടിയാണ്. നീ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിപ്പാനിടയാകും. ദൈവം ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്, വ്യത്യസ്തമായ സാഹചര്യത്തിൽ. ഇതിനകത്തിരിക്കുന്ന സകല ആളുകളും വ്യത്യസ്തമായ ജീവിത ശൈലിയിൽ, വ്യത്യസ്തമായ ജീവിത രീതിയിൽ, വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ആമേൻ പശ്ചാത്തലത്തിൽ ജീവിച്ച് പോകുന്ന വേളയിൽ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ ആമേൻ ഇന്ന് പകൽ കർത്താവ് നമ്മോട് പറയുവാൻ ഒരു ദൈവിക സന്ദേശമുണ്ട്. ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നവരാണോ നമ്മൾ? ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മൾ ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുവാനൊരു വിളി നിന്റെ മേലുണ്ടെങ്കിൽ നീ സമയം വേർതിരിച്ച് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷം പറയുവാനൊരു വിളി നിന്റെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ കർത്താവിന്റെ നാമത്തെ പറ്റി അനേകരോട് പറയുവാനിടയാകണം. ആമേൻ സ്തോത്രം. ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ, ഒന്ന് കൈത്താങ്ങുവാൻ ഒരു വലിയ നിയോഗം, അങ്ങനെ ഒരു കോളിംഗ് നിന്റെ മേലുണ്ടെങ്കിൽ നീ അത് ചെയ്യുവാനിടയാകണം. അത് ചെയ്യുമ്പോഴാണ് ആമേൻ ദൈവം മറ്റ് ചിലത് കൂടെ ഏൽപ്പിക്കുന്നത്. വചനം പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കി മാറ്റുവാനിടയാകും. കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ചെറിയ കാര്യത്തിന്, ഒരു ചെറിയ കാര്യത്തിന് അത് വിശ്വസ്തയോടെ ഞാൻ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ആമേൻ നമ്മൾ ചിന്തിക്കാത്ത നിലയിലുള്ള ആമേൻ ആദ്യം മഹത്തായ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ കരത്തെ ഏൽപ്പിക്കും. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില പ്രത്യേകമായ ദൈവിക ദൗത്യങ്ങൾ, ദൈവിക നിയോഗങ്ങൾ അത് ചെയ്തെടുപ്പാൻ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിപ്പാൻ ദൈവം ഇതിനകത്തിരിക്കുന്ന ചിലരെ കർത്താവ് വിളിക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി.